നമുക്ക് 4 മണി പലഹാരമാണ്. പിള്ളേർക്ക് ഇത് നമുക്ക് 4 മണി പലഹാരമാണ്. പിള്ളേർക്ക് ഉണ്ടാക്കുകയാണ്. നല്ലപോലെ പഴുത്ത പഴം വേറെ ഒന്നും ചേർത്തിട്ടില്ല, മാവൊന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയിൽ തിരുമ്മി നെയ്യിൽ ഇട്ടേക്കുക. ഉണ്ടോ, പൊരിഞ്ഞു തന്നെ ഉണ്ടോ, മീൻ പൊരിക്കണമായിരിക്കും പൊരിക്കും. മാവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു മാവും ചേർത്തിട്ടില്ല. കണ്ടത് നിങ്ങൾ കണ്ടില്ലേ, ചുമ്മാ പഴം നല്ലപോലെ പഴുത്തായിരിക്കണം. പഴുത്ത പഴം പഞ്ചസാര തിരുമ്മി വെച്ചിട്ട് നെയ്യും വെളിച്ചെണ്ണയും അടുപ്പത്ത് വെച്ച്, കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യും കൂടെ അടുപ്പത്ത് ഇങ്ങനെ പൊരിച്ചെടുത്ത് പിള്ളേർക്ക് 4 മണി പലഹാരം. നല്ല ടേസ്റ്റ്. അത് ഇച്ചിരി ഏലക്കാടെ പൊടി ഉണ്ടെങ്കിൽ ഇട്ടത് വറുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് കട്ടൻ ചായ അതും അവർക്ക് കൊടുക്കാം. ചെറിയ വീഡിയോ. ഇതിനോടൊപ്പം തന്നെ ബാലൻസ് എണ്ണ വരില്ല, നമ്മൾ പഴം നെയ്യിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാലൻസ് എണ്ണ വരും. നെയ്യ് വരില്ല, നെയ്യും എണ്ണയും കൂടി. അപ്പോൾ നമുക്ക് മാവ് ഗോതമ്പ് മാവോ അരിമാവ് കൊള്ളില്ല, ഗോതമ്പോ അല്ലെങ്കിൽ മൈദ മാവോ ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് ചാലിച്ചെടുത്തിട്ട് കാണിച്ചു തരാട്ടോ. കാണിച്ചെടുത്തിട്ട് വാങ്ങിയെടുത്തിട്ട് പഴം പൊരിച്ചത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചിടാം, വീഡിയോ പിടിക്കലും എല്ലാം ഞാൻ തന്നെയല്ലേ. എന്നിട്ട് പഴം പൊരിച്ചത് പോലെ തന്നെ മൈദാമാവ് ഗോതമ്പാവാട്ടോ പൊരിച്ച് എണ്ണത്തേക്കിടാം. സ്പൂണിൽ തിരച്ച് എടുക്കുക, ഇഷ്ടം പോലെ എടുക്കുക. ഇങ്ങനെ പൊരിച്ചിട്ട് ആ മധുരവും നെയ്യും എല്ലാം കൂടി പ്രത്യേക ഒരു സ്നാക്സ്. പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയൊരു ഈ പഴം പൊരിച്ചതിൻ്റെ കൂടെ തന്നെ കണ്ടോ, പഴം നെയ്യിൽ പൊരിച്ചാണ് ഇരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗോതമ്പ് ഇച്ചിരി ഇത് പഞ്ചസാര ഇട്ട് നേരുപ്പ് ഇത്ര ഉപ്പിട്ട് പിന്നെ ഏലക്കായും പൊടി ഇട്ട് ഇളക്കിയിട്ട് ഇതേമാതിരിക്ക് ആ പഴം പൊരിച്ച എണ്ണയിലേക്ക് കോരി ഒഴിക്കുക. അപ്പോൾ അത് ഒരു പലഹാരമായിട്ട് പിള്ളേർക്ക് ഇതിൻ്റെ കൂടെ സ്നാക്സായിട്ട് കഴിക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ 4 മണി പലഹാരം. നന്ദി, നമസ്കാരം. പഴം പൊരിച്ചു, അതിൻ്റെ ബാക്കി എണ്ണ കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഗോതമ്പ് പഞ്ചസാര ഇട്ട് ഇച്ചിരി ഇലക്കയിട്ട് പൊരിച്ച് എന്താ നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പഴം നെയ്യിലും വെളിച്ചെണ്ണയിലും പൊരിച്ചത്, ഇത് ഗോതമ്പ് മാവ് നെയ്യിലും വെളിച്ചെണ്ണയിലും പൊരിച്ചത്. 4 മണി പലഹാരമായില്ലേ. ഇത് നിങ്ങൾ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.